എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇന്നത്തെ ദിവസം രാത്രി 7:30 മുതൽ 9:30 വരെ 2 മണിക്കൂറിൻ്റെ ഒരു ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഞാനത് പിക്ക് ചെയ്തു. അതിൽ അപ്പോൾ പിന്നെ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലാം, എന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് സാവധാനത്തിൽ ഇറങ്ങാം എന്നുള്ളതിലായിരുന്നു നടന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വരെ ആമസോണിൻ്റെ അവിടുന്ന് ഒരു മെയിൽ വന്നു. ഇന്ന് പ്രൈം ഡേ എന്തോ ആണ്, അതായത് മിക്ക സാധനങ്ങൾക്കും ഓഫർ ഉള്ള ദിവസമാണ്, കുറേ ഡെലിവറി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി ഇങ്ങനെ നോക്കി, ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം കൂടി കിട്ടുവാണെങ്കിൽ വീട്ടിൽ നിർത്തിയിരിക്കാമല്ലോ, ഒരെണ്ണം കൂടി കിട്ടുവാണെങ്കിൽ ഡെലിവറി ഓടാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഇതിൽ ചുമ്മാ നോക്കിയപ്പോൾ വീണ്ടും ഒരെണ്ണം കിട്ടി. അത് 2 മണി മുതൽ 6 മണി വരെ ഉള്ള 4 മണിക്കൂറിൻ്റെ ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ പിന്നെ അത് പിക്ക് ചെയ്ത് എന്തായാലും അത് 4 മണിക്കൂറിൻ്റെയാണ്, മറ്റേത് 2 മണിക്കൂറിൻ്റെയാണ് മുമ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ജോലി കഴിഞ്ഞു. 2 മണി ജോലി കഴിഞ്ഞിട്ട് നേരെ ആമസോണിൻ്റെ അടിയിൽ പോയി അവിടുത്തെ സാധനങ്ങൾ എടുത്തു. ഈ പോകുന്ന ഒരു ഫാമിലേക്ക് എന്തോ ആണ്, ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഊട്ടിപ്പുഴ എന്ന് പറയുന്നത്. താഴേക്ക് പൊക്കോലം, താഴേക്ക് ഒരുപാട് കാണാം. ഈ സൈഡിലാണോ സ്റ്റോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം, പക്ഷേ കുഴപ്പമൊന്നും കാണാറില്ല. ലൈൻ കീപ്പിച്ചിട്ട് ഓടിക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഈ സൈഡ് ചെയ്യും, ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് ഞാൻ ഓടിക്കുള്ളൂ. അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ കറക്റ്റ് റൈറ്റ് ലൈൻ പിടിച്ചിട്ട് വരണോ. അപ്പോൾ ഹോൺ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ആരും ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഇവിടെ ആരും ഹോൺ അടിക്കാറില്ല. ഹോൺ അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വേറെ ആളെ ചീത്ത വിളിക്കുന്നതിന് പകരമാണ് നമ്മൾ ഒരാളെ ഹോൺ അടിക്കുക. ആണെങ്കിൽ പോലും അതായത് രാത്രി സമയങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ടേണിങ്ങിൽ ഡിമ്മും ബ്രൈറ്റ് അടിക്കും നാട്ടിൽ. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഹൈ ബീം ഇടാനേ പാടില്ല. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും വഴി കൂടെ പോകുന്ന സമയത്ത് ഹൈ ബീം ഇട്ടിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ പോലീസ് കണ്ടു കഴിഞ്ഞാൽ പോലീസിന് വണ്ടി തടഞ്ഞിട്ട് ഫൈൻ അടയ്ക്കും. നമുക്ക് അധികം കണ്ടുകൂടാ എന്ന് പറഞ്ഞിട്ട് ഹൈ ബീം ഇട്ടോടെ ഓടിക്കാൻ പാടില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരതമായി ഹൈ ബീം ഇട്ട് വണ്ടി ഓടിച്ചിട്ട് ഫൈൻ അടിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനത്തെ പരിപാടികളൊന്നും നാട്ടിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ആരും ചെയ്യില്ല. ഇതിവിടുത്തെ ഒരു പള്ളി എന്തോ ആണ്.
അതിൻ്റെ ചുറ്റുമൊന്നും വീടിൻ്റെ ഡോർ തുറന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുറേ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് ആരും പുറത്തേക്കൊന്നും വരുന്നൊന്നുമില്ല. ഭയങ്കര ഇനി പട്ടി കടിക്കുമോ എന്താ ഒരു ഐഡിയ ഇല്ല. പേടിച്ച് കുറച്ച് നിന്നു. എന്നിട്ട് ഞാൻ ഫോൺ വിളിച്ചു പുള്ളീനെ ഫോൺ വിളിച്ചിട്ട് പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് ക്ലിയർ ആവണില്ല. അവസാനം അതിന് പുള്ളിനെ വിളിച്ചു റെഡ് കാറിലാണ് വന്നിട്ടുള്ളത് ചോദിച്ചു. പറഞ്ഞാൽ അതെ. അപ്പോൾ പുള്ളി അതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലുണ്ട്. എന്താ പുറത്ത് വരാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. പട്ടികൾ വന്ന് മണം പിടിക്കലും ഇവിടെ ഇങ്ങനെ ഗ്രില്ലുമ്മേ പൂക്കൾ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അറ്റം വരെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ് മീൻസ് ഇവിടുത്തെ കൗൺസിലോ അങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ അവിടെ ഉണ്ട്. പൈസ വാങ്ങിക്കാന്നല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. ഞങ്ങളുടെ അവിടുത്തെ കൗൺസിൽ ഇങ്ങനത്തെ പരിപാടി പോലെ ഒരു ടാങ്ക് പാകിസ്ഥാനികളും അങ്ങനെ ഇങ്ങനെയുള്ളവരായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. പരിപാടിയില്ല. മാസം ടാക്സ് കൊടുക്കണം. 120 വെച്ചിട്ട് കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വീടിന്. അല്ലാണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരിപാടിയില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു പാർക്കിങ്ങിന് ഒരു ഫൈൻ അടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുക്കാനായിട്ട് 35 പൗണ്ട് കൊടുത്തിട്ടാണ് ഒരു കൊല്ലത്തെങ്കിലും പെർമിറ്റ് എടുക്കണം. കേസ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പെർമിറ്റ് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും വന്ന് വണ്ടി പാർക്ക് ചെയ്യും. പെർമിറ്റ് ഇല്ലാത്തവർക്ക് 1 hour കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നോക്കാൻ വരുന്നവർ വന്നു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. അല്ലാത്തവർക്ക് എടുക്കാം. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന റോഡിൻ്റെ 2 സൈഡിലും വീടുകളുണ്ട്. നിരത്തി പിടിച്ച് വീടുകളാണ്. പക്ഷെ പാർക്കിംഗ് ആണെങ്കിൽ റോഡിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 സൈഡിലുള്ള വീടുകൾക്കും കൂടിയിട്ട് എല്ലാവരും കാറുകളുണ്ടെങ്കിൽ ഇത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഞാൻ എന്നിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഒരു 3-4 സ്പോട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന ആ സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്ഥിരം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഞാനപ്പോൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഓർമ്മയില്ല, ഈവനിങ് ആയിരുന്നു. അപ്പോൾ രാത്രി വന്നപ്പോൾ അങ്ങനെ ആ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തു. പിറ്റേ ദിവസം പിന്നെ രാവിലെ വണ്ടി എടുക്കുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് ജോലിക്ക് പോകാനായിട്ട് 2 മണിക്ക് ഒന്നര നേരത്തെ ഞാൻ വണ്ടി എടുക്കാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ പാർക്കിങ്ങിൻ്റെ ഫൈൻ അടിച്ചിട്ടില്ല. എന്നിട്ട് അതിൽ റീസൺ പറഞ്ഞിരിക്കുന്നത് രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് പാർക്കിംഗ് സ്പോട്ട് അവർ ക്യാൻസൽ ചെയ്തോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഫൈൻ അടിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിനെതിരെ അപ്പീൽ കൊടുത്ത് നോക്കണം. ഫൈൻ ഒഴിവായി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ 50 പൗണ്ടിൻ്റെ ഫൈൻ കിട്ടിയത് 2 ആഴ്ചയ്ക്കുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 25 പൗണ്ട് അടച്ചാൽ മതി. അതിന് മുമ്പ് പരിപാടി സെറ്റ് ചെയ്തിട്ട് ഫൈൻ പോയിട്ടാണെങ്കിൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ 25 പൗണ്ട് ഫൈൻ. പറയുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞോളാം. നല്ല വലിയൊരു പള്ളിയാണ്. ബാക്കി ഉണ്ടായിരുന്ന ഡെലിവറിയുടെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്